കേൾക്കാലോ അല്ലേ? കേൾക്കുന്നില്ലേ? വേറെ സൗണ്ട് ഇഷ്യൂസ് ഒന്നും ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കേസിൽ ഡിസൈൻ ഓഫ് റിവറ്റഡ് ജോയിൻസിലായിരുന്നു അല്ലേ? നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഡിസൈൻ ഓഫ് ബോയിലർ ജോയിനിലേക്ക് വരാം. ബോർഡ് കാണുന്നില്ലേ? ചെറിയൊരു ക്വാളിറ്റി കുറവുണ്ട്. ഒരു സെക്കൻഡ്. ക്ലിയറാ? സെറ്റ് ആയെന്ന് പറയണേ. ഓക്കെ കാണുന്നില്ലേ? സോ അപ്പോൾ നമുക്കിനി ഡിസൈൻ ഓഫ് ബോയിലർ ജോയിനിലേക്ക് വരാം. ഓക്കെ, ഇൻ ഡീറ്റെയിൽ. നോ മറ്റേ ഇനിഷ്യൽ കേസ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ബേസിക് കാര്യങ്ങൾ ചെയ്ത് വരുന്നതിൽ. നോ ഡിസൈൻ ഓഫ് ബോയിലർ ജോയിനിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു ബോയിലർ ഡിസൈൻ ചെയ്യുമ്പോൾ ശരിക്കും അതൊരു ഒരു 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 തിക്കായിട്ടൊരു ഷീറ്റ് ആയിരിക്കും. ഈ ഷീറ്റിനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനെ റോൾ ചെയ്ത് ഇതിനെ അതിന്റെ ഡയമീറ്റർ നിശ്ചയിക്കുന്നതിനെ റോൾ ചെയ്ത് ഇതിനെ രണ്ട് എൻഡിലും കൂടെ റിവെറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് ഇത് എന്താവുക, ഒരു സിലിണ്ടർ ആവുക. റൈറ്റ്. സോ ഇനീഷ്യലി മാനുഫാക്ചർഡ് ഇങ്ങനെ ഉണ്ടാവുക. അതിനെ റോൾ ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് വെക്കും. റൈറ്റ്. എന്നിട്ട് ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ വെച്ചാൽ ബോയിലർ ജോയിന്റിൽ യു വിൽ കം അക്രോസ് two types of riveting. Okay, one is called longitudinal riveted joint, longitudinal rivets, and the second one is circumferential rivets, circumferential rivets. Okay, so from the design point of view നമുക്ക് ഈ രണ്ട് കേസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു ബോയിലർ റിവറ്റഡ് ഡിസൈൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഫൈൻ. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഇനീഷ്യൽ റിവറ്റ് ഉണ്ടാവുക, അല്ല ഇനീഷ്യൽ എന്താ പറയാ, അതിന്റെ ഒരു പ്ലേറ്റ് ഉണ്ടാവുക അല്ലെ, പ്ലേറ്റ് വിത്ത് സോളിഡ് തിക്നെസ്. നൗ ഇറ്റ് ഈസ് ദെൻ റോൾഡ് ആൻഡ് ദെൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അലോങ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ വിൽ ഹാവ് എ ബഡ് ജോയിന്റ്. ഓക്കെ, ബഡ് ജോയിന്റ് വിത്ത് 2 കവർ പ്ലേറ്റ്സ്. റൈറ്റ്. ഇപ്പോൾ സ്പെസിഫിക് കേസ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ് കേസിൽ യു വിൽ ഹാവ് എ ബഡ് ജോയിന്റ് with 2 cover plates. റൈറ്റ്. ഇതുപോലെ ജസ്റ്റ് ജോയിൻ ചെയ്ത് വെക്കും. അകത്തും പുറത്തും ഓരോ തിക്ക് ഷീറ്റുകൾ വെച്ചിട്ട് കവർ പ്ലേറ്റ് വെച്ചിട്ട് വിൽ റിവെറ്റ്. ഓക്കെ, അതിനുശേഷം ആ രണ്ട് എൻഡിൽ റിവെറ്റ് ചെയ്യും. കഴിഞ്ഞില്ല. ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇതിപ്പോ ഇതിന്റെ ഡയമീറ്റർ മാത്രമേ ഡിഫൈൻ ആയിട്ടുള്ളൂ അല്ലെ. ഇതിന്റെ ഡയമീറ്റർ നമ്മൾ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചു. ഇത് റിവെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇനി എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഇതിന്റെ ടോപ്പ് പോർഷൻ അല്ലെ, ഈ ടോപ്പ് പോർഷനിൽ റിവെറ്റിംഗ് നടക്കണം. For that we'll use lap joint. Okay, for the circumferential rivets you will have lap joint, and that too arranged in the circumferential manner. അല്ലെ, എന്ന് വെച്ചാൽ എങ്ങനെയാ, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഇതുപോലൊരു ക്യാപ്പ് പോലെ വരും. അത് ലാപ്പ് ജോയിന്റ് ആയിട്ടാണ്, ബട്ടായിട്ടല്ല, ലാപ്പ് ജോയിന്റ് ആയിട്ടാണ് ഉണ്ടാവുക. ആൻഡ് ദെൻ ഇറ്റ് ഈസ് റിവെറ്റഡ് along the circumference. It is riveted. Okay, throughout the circumference ആണ് അതിന്റെ റിവെറ്റിംഗ് ഉണ്ടാവുക. ഫൈൻ. Right. So the joint that is used is lap joint. Right. എന്ന് വെച്ചാൽ ഒരു ബോയിലർ ഡിസൈൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ you have to go through these two processes. This is your first design steps, design process, like procedure, and that has to be followed by the circumferential rivets. Right. ഇത്രയും കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഒരു എന്താണ് ബോയിലർ ജോയിന്റിന്റെ ഡിസൈൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നു. നൗ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ റിവറ്റഡ് ജോയിന്റിന്റെ കേസിൽ നമ്മൾ ഇത് ഓൾറെഡി ഇതുവരെ ചെയ്ത കേസ് തന്നെയാണ്. ഇപ്പോൾ ഡിസൈൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ജനറലൈസ്ഡ് പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട് അല്ലെ, അതേ പ്രൊസീജിയർ തന്നെയാണ് ഈ ഒരു കേസ് വരിക. എന്ന് വെച്ചാൽ യുവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഫൈൻഡ് ദ തിക്നെസ്, സെക്കൻഡ് സ്റ്റെപ്പ് യൂസിംഗ് ദ പ്രഷർ ഇക്വേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് യു വിൽ ഹാവ് ടു ഫൈൻഡ് ദ ഡയമീറ്റർ, തേർഡ് സ്റ്റെപ്പ് യു ഹാവ് ടു ഫൈൻഡ് ദ പിച്ച്. Okay, and as a fourth step you will have to find the back pitch, and fifth step എന്ത് വേണം, ബഡ് ജോയിന്റ് ആണ്. ബഡ് ജോയിന്റ് ആയതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് അതിന്റെ കവർ പ്ലേറ്റ് ഉണ്ട്. കവർ പ്ലേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ തിക്നെസ് ഓഫ് ബഡ് സ്ട്രാപ്പ് കാണണം, തിക്നെസ് ഓഫ് ബഡ് സ്ട്രാപ്പ്, and finally you will have to find the marginal pitch. ഇതാണ് ബേസിക് ഇനീഷ്യൽ നമ്മളെ എല്ലാ കേസിന്റെയും ബേസിക് പ്രൊസീജിയറും. അതുപോലെ ബോയിലർ ഡിസൈനിന്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് പ്രൊസീജിയറും സെയിം ആണ്. റൈറ്റ്.
For longitudinal rivet, പക്ഷേ എക്സ്പ്ലോസീവ്ലി എന്താണ് ബഡ് ജോയിന്റ് ആയിരിക്കും. ഇറ്റ്സ് എ ബഡ് ജോയിന്റ് വിത്ത് 2 കവർ പ്ലേറ്റ്സ് എന്ന് വെച്ചാൽ ഡബിൾ ഷിയർ നടക്കുന്ന ഒരു സെറ്റപ്പ് ആയിരിക്കും ബോയിലർ ജോയിന്റ് കേസിൽ ഉണ്ടാവുക. റൈറ്റ്. അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ കഴിയുന്നില്ല. ദെൻ ആസ് എ നെക്സ്റ്റ് സ്റ്റെപ്പ് യു വിൽ ഹാവ് ടു ഫൈൻഡ് ദ എഫിഷ്യൻസി ഓഫ് ദി ജോയിന്റ്. ഓക്കെ, followed by this one you will have to find the efficiency of the joint. കാരണം ഈ എഫിഷ്യൻസി ആണ് ഇതിൽ ഒരു ഇൻപുട്ട് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. റൈറ്റ്. നൗ ഇവിടെ കഴിയുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യം ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ജനറലൈസ്ഡ് പ്രൊസീജിയർ ഇത് തന്നെയാണ്. ജനറലൈസ്ഡ് പ്രൊസീജിയർ തന്നെയാണ് ബോയിലർ ഡിസൈനിന്റെ ഇനീഷ്യൽ പ്രൊസീജിയർ. ഓക്കെ, ഇപ്പൊ ഈ ഒരു ബോയിലർ ഡിസൈൻ വന്നു കഴിഞ്ഞാൽ അത് കുറേ കൂടെ ലെങ്തി ആണ്. അതിന്റെ കംപ്ലീറ്റ് ഡിസൈൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലെങ്തി പ്രോസസ് ആണ്. റൈറ്റ്. ഇവിടെ then after completing this longitudinal rivets, like ഇതുപോലെ longitudinal rivets അല്ലേ, ഈ ഒരു ഏരിയയിലെ റിവെറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ you will have to go for the circumferential rivet. So for that you have a different procedure. Okay, circumferential lap joint in the case you will have a different procedure. We'll see that procedure. Okay, അപ്പോൾ നോട്ട് ചെയ്യാം ഡിസൈൻ പ്രൊസീജിയർ. ഇനി ഇതിന്റെ പ്രൊസീജിയറിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മള് ഇത് ഡിഫറെന്റ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ ഡിഫറെന്റ് രീതിയിൽ ചെയ്തിട്ടുണ്ടാവും. എല്ലാം ലോജിക്കലി കറക്റ്റ് ആണ്. നമ്മളിപ്പോ ഈവൻ ഉർമി ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് നോക്കിയാൽ തന്നെ അതിൽ പറഞ്ഞ ഡിസൈൻ പ്രൊസീജിയറും അതിൽ ചെയ്ത പ്രോബ്ലത്തിന്റെ പ്രൊസീജിയർ വരെ രണ്ടും ഡിഫറെന്റ് ആണ്. ഓക്കെ, അത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം, അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് പറയാം. ഫൈൻ. ഇവിടെ യെസ്, അപ്പോ വിൽ ഗോ വിത്ത് ദ ഡിസൈൻ പ്രൊസീജിയർ. ഫോർ ദാറ്റ് ടേക്ക് യുവർ ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 7.127 അല്ലേ, 126ന്റെ തൊട്ടടുത്ത പേജ് കിട്ടിയോ? പേജ് നമ്പർ 7.127 അല്ലേ? ആയെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അതില് ഏറ്റവും അതിന്റെ 7.127ലെ ലെഫ്റ്റ് എൻഡില് ഏറ്റവും ബോട്ടത്തിൽ കാണാം സർക്കംഫറൻഷ്യൽ ജോയിന്റ് ഇൻ ബ്രാക്കറ്റ് ലാപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാം. കണ്ടോ? സർക്കംഫറൻഷ്യൽ ജോയിന്റ് ഇൻ ബ്രാക്കറ്റ് ലാപ്പ്. റൈറ്റ്. അപ്പൊ അവിടെ ഒരു 3 ഇക്വേഷൻസ് ഉണ്ട്. ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ഡിസൈനിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് യുവർ ഫസ്റ്റ് പ്രൊസീജിയർ ഫോർ ദിസ് വൺ ഈസ് ഓൾസോ ഇസ് ടു ഫൈൻഡ് ദ ഡയാമീറ്റർ ഓഫ് ദ റിവറ്റ്. ഓക്കെ, ഡയാമീറ്റർ കാണണം, ഡയാമീറ്റർ ആൻഡ് തിക്നെസ് ഓഫ് ദ റിവറ്റ്. Okay, and thickness is the first procedure. Okay, and diameter and thickness you can take the same as longitudinal. Okay, so the thickness and diameter is same as in the case of your longitudinal riveted joint. Now, so your next step, ഇവിടെ ഇതേ പ്രൊസീജിയറിലല്ല പോകുന്നത്, നമ്മൾ സർക്കംഫറൻഷ്യൽ റിവറ്റ് ആണ് ചെയ്യുന്നത്. സോ ഇവിടെ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് വിൽ ബി ഫൈൻഡിങ് ഔട്ട് ദ നമ്പർ ഓഫ് റിവറ്റ്സ്, റൈറ്റ്, ദ നമ്പർ ഓഫ് റിവറ്റ്സ് ദാറ്റ് ഈസ് റിക്വയർഡ്. അതിന് തൊട്ട് താഴെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കാണാം ഡാറ്റാ ബുക്കിൽ തന്നെ. തൊട്ട് താഴത്തെ പേജിൽ ഒരു ഇക്വേഷൻ കാണാം. പേജ് നമ്പർ 127ല് n is equal to I is equal to d by d, capital D by small d, the whole square into p by tau എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കാണാം. കണ്ടോ? Using that equation you can find the number of rivets. Okay, so number of rivets you can find using, next step is to find the number of rivets. For that you can use this equation. I is equal to d by d the whole square into p by tau. Okay, ഇത് ഈ ഒരു ഇക്വേഷൻ കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ ഷിയർ സ്ട്രെസ് ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടാണ്. ഷിയർ സ്ട്രെസ് എത്ര, അതും അതിന്റെ എന്താണ് ബോയിലറിൽ ഉണ്ടാവുന്ന എക്സ്റ്റേണൽ പ്രഷറും തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നത്. ആൻഡ് യുവർ I is the number of rivets. Okay, ഇത് നമ്പർ ഓഫ് റിവറ്റ് ആണ്. ഡാറ്റാ ബുക്കിൽ നോക്കിയാൽ കാണാം I is your number of rivet. Capital D is the internal dia of pressure vessel. Okay, and small d is the rivet diameter. P is the pressure, internal pressure, and tau is the shear stress. Right. So using this you can find out the number of rivets. Again, diameter and thickness kandu, diameter kandu, pinne
നമ്പർ ഓഫ് റിവറ്റ്സ് കണ്ടു. ഇവിടെ കാണുന്നില്ലേ? കാണാത്ത പ്രശ്നമുണ്ടോ? പ്രൊസീജിയറിന് എഴുതിയ ഭാഗത്തിൽ ക്ലാരിറ്റി ഇല്ല, ഫോക്കസ് ഇല്ലാത്തതുകൊണ്ട് ഒരു സർക്കിൾ പോലെ ഫോക്കസ് കിട്ടുന്നുള്ളൂ, അതിന്റെ അറ്റത്ത് ഇവിടെ പ്രശ്നമല്ലോ. ഇവിടെ ഈ ഒരു ഏരിയ ഇല്ല. അവിടെ കുഴപ്പമില്ല, ഫോക്കസിന്റെ പ്രശ്നമാണ്. അപ്പൊ ഈ ഒരു ഏരിയയിൽ മാത്രമേ എഴുതാം, പിന്നെ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോ so using this equation you can find the number of rivets. അപ്പൊ നമുക്ക് ഇതോടുകൂടി എത്ര നമ്പർ ഓഫ് റിവറ്റ്സ് വേണമെന്ന് കിട്ടും അല്ലെ. നമുക്ക് അവിടുത്തെ സ്ട്രെസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ എത്ര റിവറ്റ്, മിനിമം എത്ര റിവറ്റ് നമുക്ക് വേണം എന്ന് ഒരു ഐഡിയ ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ റിവറ്റിനെ ഞാൻ എങ്ങനെ അവിടെ അറേഞ്ച് ചെയ്യും അല്ലെ. ഇങ്ങനെയാണ് ഉള്ളത്, ഇതുപോലെയുള്ള ഇതില് മുകളിലൊരു ലാബ് ജോയിന്റ് വരും, മുകളിലേക്ക് കടത്തിയിട്ട് ഒരു സാധനം ഉണ്ടാവും, ഇവിടെ ഒരു ലാബ് ജോയിന്റ് വരും. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് തിക്നെസ്, ഷീറ്റ് തിക്നെസ് സെയിം ആയിട്ട് എടുക്കാം. അതുപോലെ ഡയമീറ്റർ ഓഫ് ദ റിവറ്റും സെയിം ആയിട്ട് തന്നെ എടുക്കാം. പിന്നെ നമ്മൾ കണ്ടെത്തി വെച്ചാൽ എത്ര റിവറ്റ് വേണം, എനിക്ക് മിനിമം എത്ര റിവറ്റ് വേണം സച്ച് ദാറ്റ് ഇറ്റ് ഈസ് സേഫ്, റൈറ്റ്. അപ്പോൾ ആ നമ്പർ ഓഫ് റിവറ്റ് ആണ് നമ്മൾ ഇവിടെ കണ്ടെത്തിയത് യൂസിങ് ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇനി ഇത് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യും? ഒരു സിംഗിൾ റിവറ്റഡ് കണ്ടീഷൻ ആണോ, സെക്കൻഡ് ആണോ, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് റോസ് വേണം എന്നൊക്കെയാണ് ഇതിന്റെ അടുത്ത് കണ്ടെത്തുന്നത്. ഓക്കെ, അതുപോലെ പിന്നെ അറിയേണ്ട ഒരു കാര്യം പിച്ച് ലെങ്ത് എത്ര വേണമെന്നാണ്. ഓരോ റിവറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കണം, റൈറ്റ്. സോ നമുക്ക് പിച്ച് ലെങ്ത്തിലേക്ക് പോകാം. യുവർ തേർഡ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ദ പിച്ച് ലെങ്ത്. പിച്ച് ലെങ്ത് പി, റൈറ്റ്. അതിന് അതേ പേസ് തന്നെ തൊട്ട് താഴെ ഇവിടെ ആകെ 3 ഇക്വേഷൻ ഉള്ളൂ. രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുക. യുവർ എഫിഷ്യൻസി ഇക്വേഷൻ ഇസ് ദർ അല്ലെ. എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു പി മൈനസ് ഡി, റൈറ്റ്. എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു പി മൈനസ് ഡി ഡിവൈഡഡ് ബൈ പി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കാണാം. where P is your pitch and D is the dia of rivet, right. Okay, അപ്പൊ ഇവിടെ വരുന്നൊരു പ്രശ്നം, ഇപ്പൊ ഈ ഒരു പിച്ച് കാണാൻ നമ്മൾ പല മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഒന്നും തെറ്റല്ല. അപ്പൊ ഇവിടെ എഫിഷ്യൻസിന്റെ കേസിൽ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ efficiency is actually taken as, അത് നോട്ട് ചെയ്തോ, efficiency value is actually taken as 50% of tearing resistance. Tearing efficiency. See, this efficiency for this condition, for the circumferential condition, is taken as 50% of tearing efficiency for longitudinal riveted condition. Okay, tearing efficiency for longitudinal riveted condition. Okay, so അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് finally you will have to find the efficiency of the riveted joint എന്ന് പറഞ്ഞത്, right. So efficiency is equal to 50% of tearing efficiency. Okay, note ചെയ്യാം. Now if more than one circumferential joint is used, then your efficiency has to be taken as efficiency is equal to 62% of the intermediate joint. Okay, 62% of efficiency of intermediate joints. Okay, that's the condition. % of efficiency of intermediate joints. Right. So efficiency value കിട്ടും, diameter നമുക്ക് അറിയുന്നുണ്ടാവും. So you can find the value of pitch. Okay, by equating you can find the value of pitch. Okay. So ഇതൊരു മെത്തേഡ്. അതുപോലെ തൊട്ടടുത്ത താഴെ ഒരു വേറെ ഇക്വേഷൻ കൂടെ കാണാം. ഒരു ഇക്വേഷൻ കൂടെ കാണാം. Your number of rows Rn, അല്ലെ, തൊട്ട് താഴെ ഒരു ഇക്വേഷൻ കാണാം. Or your
Rn is equal to I into P divided by pi into D plus T. Right. See, ഇതെന്താ ഇക്വേഷൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ I എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് റിവറ്റ്സ് ആണ് അല്ലെ. I is your total number of rivet into pitch. Fine. Divided by pi into D plus T അല്ലെ. Pi into D plus T എന്ന് പറഞ്ഞാൽ അതിന്റെ മൊത്തം സർക്കംഫറൻസ് ആയി. Right. Now dividing these two, you will get the number of rows. Right. രണ്ടും കൂടെ അതിന്റെ ഡിഫറെന്റ് പിന്നെ എന്താ പറയുക അതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ you will get the എത്ര മിനിമം നമ്പർ ഓഫ് എനിക്ക് ഇതിപ്പോ ടോട്ടൽ നമ്പർ ഓഫ് റിവറ്റ്സ് ആണ് അത് ഇൻറ്റു പിച്ച് ചെയ്താൽ നമുക്ക് ടോട്ടൽ അപ്പോൾ ഒരു 10 റിവറ്റ് ഉണ്ട് അത് തമ്മിലുള്ള നമുക്ക് മൊത്തത്തിൽ ഒരു 10 റിവറ്റ് വേണം അതിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് അതിന്റെ ടോട്ടൽ എത്ര വേണമെന്ന് കിട്ടും അല്ലെ. ഡിവൈഡഡ് ബൈ pi into D plus T will give you the number of rows. See, either if the number of rows, നമുക്ക് ഈ number of rows ചില സമയത്ത് നമ്മളെ പ്രോബ്ലം ചെയ്യുന്ന കേസിൽ ഈ number of rows അങ്ങ് അസ്യൂം ചെയ്യും. ഓക്കെ, അങ്ങനെയും ചെയ്തിട്ട് കാണാറുണ്ട്. They will assume the number of rows. ഓക്കെ, എന്ന് വെച്ചാൽ ഡബിൾ റിവേറ്റഡ് കണ്ടീഷൻ ആണെന്നുള്ള ഒരു അസംഷനിൽ മുന്നോട്ടേക്ക് പോകും. അങ്ങനെയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും taking it as a take for double riveted condition design circumferential join എന്നുള്ള രീതിയിലായിരിക്കും തന്നിട്ടുണ്ടാവും. Right. So in that case, you can take this Rn നമുക്ക് ഡയറക്റ്റ് അസ്യൂം ചെയ്യാം അല്ലെങ്കിൽ ആ വാല്യൂ എടുക്കാം ആസ് പെർ ദ ക്വസ്റ്റ്യൻ ആൻഡ് ദെൻ I വാല്യൂ നമുക്ക് അറിയാം, D അറിയാം, തിക്നെസ് അറിയാം, യു ക്യാൻ ഡയറക്ട്ലി ഫൈൻഡ് ദ വാല്യൂ ഓഫ് പിച്ച്. അങ്ങനെയും കാണാം. റൈറ്റ്. അങ്ങനെ അല്ല എങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ദിസ് എഫിഷ്യൻസി, ടേക്ക് ദ എഫിഷ്യൻസി, ഫൈൻഡ് ദ വാല്യൂ ഓഫ് പിച്ച്. ഓക്കെ, ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് പിച്ച് ആൻഡ് ഫൈൻഡ് ദ നമ്പർ ഓഫ് റോസ് വിച്ച് ഇസ് യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇതാണ് നിങ്ങളെ ഫോർത്ത് സ്റ്റെപ്പ്. ഈ പ്രൊസീജിയറിന് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂസ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് റോസ്. നമ്മൾ ഇത്രയും കാര്യങ്ങളെ ചെയ്തേ. ആദ്യം ഡയമീറ്റർ ആൻഡ് തിക്നെസ് കണ്ടുപിടിച്ചു, പിന്നെ എത്ര റിവറ്റ് വേണമെന്ന് കണ്ടെത്തി, എത്ര റിവറ്റ് വേണോ അത് സേഫ് ആയിട്ട് നിൽക്കാൻ എന്നുള്ളത് കണ്ടെത്തി. ഇനി ഈ റിവറ്റ് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യാം ബേസ്ഡ് ഓൺ ദ പിച്ച് അല്ലെ. നമുക്ക് ഒരു റിവറ്റ് കഴിഞ്ഞാൽ അടുത്ത റിവറ്റ് അടിക്കണം, എനിക്ക് പിച്ച് അറിയണം. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പിച്ച് കണ്ടെത്തി. പിച്ച് കാണാൻ എഫിഷ്യൻസിന്റെ റിലേഷൻഷിപ്പ് യൂസ് ചെയ്തു. അത് ബേസ് ചെയ്തിട്ട് ഞാൻ എന്താ കണ്ടെത്തി, പിച്ച് കണ്ടെത്തി. പിച്ച് കിട്ടി കഴിഞ്ഞാൽ ഇനി എത്ര റോസിലും എനിക്ക് ഇതിനെ അറേഞ്ച് ചെയ്യണം, 1 മതിയോ 2 വേണോ 3 എണ്ണം വേണോ എന്നുള്ളത് അറിയണമെങ്കിൽ യു ഹാവ് ടു യൂസ് ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് ഫൈൻഡ് ദ നമ്പർ ഓഫ് റോസ്. റൈറ്റ്. ഓക്കെ, സി എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇത് ടോട്ടൽ ലെങ്ത് ആണ് അല്ലെ. ഇത് തരുന്നത് എന്താ, I into P, നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻറ്റു പിച്ച് ചെയ്താൽ മൊത്തം എത്ര ലെങ്ത് വേണോ, എത്ര നമ്മളിപ്പോ റിവറ്റ് 10 റിവറ്റ് അറേഞ്ച് ചെയ്യണമെങ്കിൽ എത്ര ലെങ്ത് വരെ വേണം എന്നുള്ളതാണ് അല്ലെ. ഡിവൈഡഡ് ബൈ ഇതെന്താ, ആ സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ്. പൈ ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഇന്റേണൽ ഡയമീറ്റർ ആണ്. ഇൻറ്റു തിക്നെസ് പറഞ്ഞാൽ ആ ഷീറ്റ് തിക്നെസ് വെച്ചാൽ എക്സ്റ്റേണൽ സർക്കംഫറൻസ് കിട്ടി അല്ലെ, അതിന്റെ സർക്കംഫറൻസ്. അത് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ നമ്പർ ഓഫ് റോസ്, എത്ര റോ വരെ എനിക്ക് വേണം എന്നുള്ളത് കിട്ടും. റൈറ്റ്. ബേസ്ഡ് ഓൺ ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ദ സി. ഇതിനെ നേരെ തിരിച്ച് ചെയ്താൽ പിച്ചും കണ്ടെത്താം എന്നുള്ളത് മാത്രം. ഫൈൻ. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലേ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? Okay. So you can find the number of rows. So that's it. പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയർ, ആഫ്റ്റർ ഫൈൻഡിങ് ദ നമ്പർ ഓഫ് റോസ്, നമ്പർ ഓഫ് റോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം whether it is single riveted condition, specify whether it is a fifth step is to specify the type of riveted condition, type of riveted condition, whether it is a single riveted condition or a double riveted condition, whatever it is. Okay. And the sixth step is to find the distance between the rivets. Okay, sixth step. Sorry, sixth step is to find the distance between the rivet PB. Okay, PB ക്ക് standard longitudinal കേസിലെ equation തന്നെ എടുക്കുക. Longitudinal conditionലെ same equations എടുക്കാം and you can find the PB value. Okay, and finally your last step is to find the overlap. Okay, now to find the overlap, ഇതാണ് equation. Overlap is equal to number of rows of rivet minus 1. The equation ഇല്ല എന്ന് തോന്നുന്നു. Number of rows of rivets minus 1 into PB plus M into PB back pitch plus M, where M is your marginal pitch. Okay.
By this you can find the overlap. That's it. Okay. ഇതാണ് പ്രൊസീജിയർ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബോയിലറിന്റെ ബ്രാക്കറ്റിനുള്ളല്ലേ നമ്പർ ഓഫ് റിവെറ്റ്സ് -1 ഒരു ബ്രാക്കറ്റിനുള്ളല്ലേ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. നമ്പർ ഓഫ് അതൊന്നും ആ ഇക്വേഷൻ ഒന്നും കൂടി പറയും. വൃത്തിക്കേതന ഇത് ഇത്രേ ഉള്ളൂ. നമ്പർ ഓഫ് റോസ് ഓഫ് റിവെറ്റ്സ് -1 എന്ന് വെച്ചാൽ ഓവർലാപ്പ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് റിവെറ്റ്സ്. ഇതാണ് Rn. That is Rn -1 into m. Rn -1 into m. Okay, where Rn is your number of rows. അല്ലേ? ഇതാണ് പ്രൊസീജിയർ. നമുക്ക് അതിന്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ഈ പ്രോബ്ലം എന്തായാലും ഇന്ന് തീരില്ല. നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ഈ ലോഞ്ചിറ്റ്യൂഡൽ കേസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ ലോഞ്ചിറ്റ്യൂഡൽ കംപ്ലീറ്റ് ചെയ്ത് എഫിഷ്യൻസി വരെ കണ്ടുപിടിക്കാം. ബാക്കി ഏരിയ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ സ്റ്റാർട്ടിങ്ങിൽ അത് തീർത്തിട്ട് അടുത്തേക്ക് പോകാം. ഓക്കെ, ഒറ്റ പ്രോബ്ലം ചെയ്യുന്നുള്ളൂ. ഇത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ 15 മാർക്കിന് ചോദിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് ചോദിക്കില്ല. അങ്ങനെ ആയിരിക്കും ഉണ്ടാവാം. പിന്നെ ഒരു കാര്യം, ഈ ഒരു മൊഡ്യൂള് കുറച്ച് ആസ് പെർ സിലബസ് 12 അവർ പറയുന്ന മൊഡ്യൂളാണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വെൽഡഡ് ജോയിന്റിന്റെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാണ്ട്. വെൽഡഡ് ജോയിന്റിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. റിപ്പീറ്റഡ് ജോയിന്റ് കേസിൽ നമുക്ക് കുറെ കൂടെ പ്രൊസീജിയർ ബേസ്ഡ് ആണ്. ഒരു ആക്ച്വൽ പ്രൊസീജിയർ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ പ്രോബ്ലം എങ്ങനെ വന്നാലും ചെയ്യാം. കാരണം ഈ റിവറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു 15-ലെ 13 മാർക്കെങ്കിലും മിനിമം കിട്ടിയിരിക്കണം. കാരണം വേറെ ഒന്നുമില്ല ഇതിൽ. എല്ലാം ഡാറ്റാ ബുക്കിൽ എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങളെ ഫൈനൽ ആൻസറിന് വലിയ ഇമ്പോർട്ടൻസ് എവിടെയും കൊടുക്കില്ല. പക്ഷെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവണം, ഒരു ഫൈനൽ ആൻസർ അവിടെ ഉണ്ടാവണം. അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ പക്ഷെ വെൽഡഡ് ജോയിന്റ് കേസിൽ അങ്ങനെയല്ല. വെൽഡഡ് ജോയിന്റ് കേസിൽ കുറച്ചുകൂടെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആണ്. അതിൽ ഓൾമോസ്റ്റ് എക്സാക്ട് ആൻസർ തന്നെ കിട്ടും. ആ കൺസെപ്റ്റ് ക്ലിയർ ആയാൽ ഏത് പ്രോബ്ലം ചെയ്യാം. ആ രീതിയിലാണ് വെൽഡഡ് ജോയിന്റ് കേസിൽ. അപ്പൊ അതുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് അതിൽ അഡീഷണൽ ചെയ്യേണ്ടി വരും. ഫൈൻ. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചുണ്ട്. അപ്പോൾ ഞാൻ പറ്റുന്നതും പ്രോബ്ലംസ്, അഡീഷണൽ പ്രോബ്ലംസ് ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ആക്കി തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എഴുതിക്കോ. A steam boiler is to be designed. A steam boiler is to be designed for a working pressure of 2.5 Newton per mm square. For a working pressure of steam boiler is to be designed for a working pressure of 2.5 Newton per mm square. 2.5 Newton per mm square. With its inside diameter 1.6 meter. 1.6 meter. With its inside diameter 1.6 meter. Give the design calculations for the design calculations for the longitudinal and circumferential joints for the following working stresses
for steel plates and rivets. For steel plates and rivets. For steel plates and rivets. In tension, so sigma T 75 megapascal. 75 megapascal. In shear 60 megapascal. Tau is equal to 60 megapascal. And crushing 125 megapascal. And crushing 125 megapascal. Fine. Throw. ഇപ്പോൾ ബോയിലർ ജോയിന്റ് ഡിസൈൻ ചെയ്യാം യൂസിങ് ദീസ് കണ്ടീഷൻസ്. പ്രഷർ വന്നിട്ടുണ്ട്, ഡയമീറ്റർ വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യേണ്ടത് യൂസിങ് ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ്. ഓരോരുത്തരും സ്വന്തമായിട്ട് ചെയ്യാം, ഇൻഡിവിജ്വൽ സ്കെയിലിൽ ചെയ്യാം. നമുക്ക് നോക്കാം എത്രത്തോളം ആൻസറിൽ വേരിയേഷൻ വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എടുക്കേണ്ട ഒരു കാര്യം ഇതാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ബഡ് ജോയിന്റ് ഡബിൾ കവർ തന്നെ എടുക്കണം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് യൂണിഫോം ആവാൻ നോർമലി ബോയിലർ ജോയിന്റ് കേസിൽ ട്രിപ്പിൾ റിവറ്റഡ് ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് ആണ് യൂസ് ചെയ്യുക. ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് അതന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ട്രിപ്പിൾ റിവറ്റഡ് ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ് എന്ന് വെച്ചാൽ ഡബിൾ ഷിയർ ഉണ്ടാവും. ട്രിപ്പിൾ റിവറ്റഡ് കണ്ടീഷൻ ആണ്. ട്രിപ്പിൾ റിവറ്റഡ് ഡബിൾ സ്ട്രാപ്പ് ബഡ് ജോയിന്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയിൻ റിവറ്റിംഗ് എടുക്കാം, സിക്സാഗ് എടുക്കാം. ചെയിൻ റിവറ്റിംഗ് കണ്ടീഷൻ. ഓക്കെ, അത് ബേസ് ചെയ്തിട്ട് ഈ ഒരു ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആക്കാം നാളത്തേക്ക്. നമുക്ക് അതിന്റെ സെക്കൻഡ് പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് തീർക്കാം. ഓക്കെ, ക്ലിയർ ആണോ? Yes, sir.